നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബേസിക് ഐഡിയാസ് ഓഫ് ഓവർ ഫിറ്റിംഗ് ആൻഡ് അണ്ടർ ഫിറ്റിംഗ് ആണ്. ഓവർ ഫിറ്റിങ്ങും അണ്ടർ ഫിറ്റിങ്ങും നമ്മൾ മെഷീൻ ലേണിങ്ങിൽ വരുന്ന ഒരു ക്രൈറ്റീരിയാസുകളാണ്. അതായത് നമ്മളിപ്പോൾ ഒരു മോഡൽസിനെ നമ്മൾ ട്രെയിൻ ചെയ്തെടുക്കുന്ന പരിപാടിയാണ് നമ്മൾ മെഷീൻ ലേണിംഗ് കൊണ്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന മോഡൽസിനെ നമ്മളൊരു ഗുഡ് മാനറിലല്ല നമ്മൾ ട്രെയിൻ ചെയ്തിരിക്കുന്നതെങ്കിൽ നമ്മുടെ പ്രഡിക്ഷൻ റിസൾട്ട് എന്ന് പറയുന്നത് എപ്പോഴും എന്തെങ്കിലും ഒരു പ്രോബ്ലംസുകൾ വരാം. ദാറ്റ് മീൻസ് അവിടെ ഒരു എറർ വരാനുള്ള ടെൻഡൻസി അവിടെ കൂടുതലാണ്. അപ്പോൾ ഇങ്ങനെ വരുന്ന എറേഴ്സുകൾ അവിടെ ഫോർമേഷൻ ചെയ്യുന്നത് വേണ്ടിയുള്ളതാണ് നമ്മുടെ ഓവർ ഫിറ്റിങ്ങും അണ്ടർ ഫിറ്റിങ്ങും. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് തന്നിരിക്കുന്ന പെർഫോമൻസിനെ വെച്ചിട്ട് നമ്മൾ അനാലിസിസ് നടത്തുന്നുണ്ട്. ആ അനാലിസിസ് നടത്താൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന 2 ടേംസ് ആണ് ബയാസും വേരിയൻസും. അപ്പം അതായത് നമുക്ക് തന്നിരിക്കുന്ന മോഡലുകളിൽ വന്നിരിക്കുന്ന ഒരു ചേഞ്ചസുകൾ, അതായത് തന്നിരിക്കുന്ന മോഡൽസുകൾ കറക്റ്റായിട്ട് എനിക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റിയില്ല, അവിടെ എന്തെങ്കിലും എറേഴ്സുകൾ സംഭവിച്ചു, അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അവിടെ ഫോം ചെയ്യുന്നതാണ് നമ്മുടെ 2 ക്രൈറ്റീരിയാസ്. അതാണ് നമ്മുടെ ബയാസും വേരിയൻസ് എന്ന് പറയുന്നത്. ഇനി ഓവർ ഫിറ്റിങ്ങും അണ്ടർ ഫിറ്റിങ്ങും നമ്മൾ മെയിൻലി 2 പ്രോബ്ലംസുകളാണ് മെഷീൻ ലേണിങ്ങിൽ നമ്മൾക്ക് ഒക്യൂർ ചെയ്യുന്നത്. അതായത് നമുക്ക് തന്നിരിക്കുന്ന മോഡൽസിൻ്റെ പെർഫോമൻസിനെ എപ്പോഴും ഡീഗ്രേഡ് ചെയ്യുക. അതായത് നമ്മൾ ജനറലൈസേഷൻ വെച്ച് നമ്മൾ പറയുവാണെങ്കിൽ നമുക്ക് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുവാണെങ്കിൽ നമുക്കിപ്പോൾ അണ്ടർ ഫിറ്റിങ് നമുക്കൊരു സെറ്റ് ഓഫ് ഇൻപുട്സുകൾ ഡാറ്റാ സെറ്റ് തന്നിട്ടുണ്ടാകും. ആ ഡാറ്റാ സെറ്റുകൾ നമുക്ക് തന്നിട്ട് നമുക്കൊരു കറക്റ്റ് മാനറിൽ തന്നെ, അതായത് ഇപ്പോൾ തന്നിരിക്കുന്ന ഡാറ്റാസുകൾ എന്ന് പറയുന്നത് കറക്റ്റ് മാനറിൽ തന്നെ എനിക്ക് ഒക്യുപ്പൈ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതാണ്. അതായത് ഇപ്പം എനിക്കിപ്പോൾ കുറച്ച് കാര്യങ്ങൾ എനിക്കറിയാം, പക്ഷേ എനിക്ക് എക്സാമിൻ്റെ സമയത്ത് ഞാൻ എന്ത് ചെയ്തു, അതിൻ്റെ ആ ഒരു പെർഫോമൻസ് എന്ന് പറയുന്നത് ഞാൻ എന്ത് ചെയ്തു, കുറച്ചും കൂടി എനിക്ക് കൂടുതലായിട്ട് കാര്യങ്ങളെല്ലാം ഞാൻ പഠിച്ചു. ആ കൂടുതൽ കാര്യങ്ങൾ ഞാൻ എക്സാമിന് വേണ്ടി എഴുതി വെച്ചു. പക്ഷേ എൻ്റെ റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ചിലപ്പോൾ ഫെയിലിയർ ആയിരിക്കാം വന്നിരിക്കുന്നത്. അതാണ് ഓവർ ഫിറ്റിംഗ് എന്ന് പറയുന്നത്. നമുക്ക് എക്സ്ട്രാ ഉള്ള ഡാറ്റാസിനേക്കാളും കൂടുതൽ ഡാറ്റാസുകളും നമ്മൾ എന്ത് ചെയ്യുക, ഗ്രാസ്പ് ചെയ്യുക. അപ്പോൾ അതാണ് ഓവർ ഫിറ്റിംഗ് എന്ന് പറയുന്നത്. അണ്ടർ ഫിറ്റിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഡാറ്റാസുകൾ മാത്രം വെച്ച് നമ്മളിപ്പം ഒരു പ്രൊഡക്റ്റിനെ നമ്മൾ അവിടെ പ്രഡിക്റ്റ് ചെയ്തു. പക്ഷേ കിട്ടിയിരിക്കുന്ന റിസൾട്ടൻറ്റ് സെറ്റ് എന്ന് പറയുന്നത് ചിലപ്പോൾ ആ ഡാറ്റാസുകൾ മാത്രം വെച്ചിട്ടായിരിക്കണമെന്നില്ല പ്രഡിക്റ്റ് ചെയ്തത്. അപ്പോൾ അങ്ങനെ വരുന്നതാണ് എന്തെന്ന് അണ്ടർ ഫിറ്റിംഗ് എന്ന് പറയുന്നത്. ഇപ്പം നമ്മളൊരു ഡ്രസ്സ് നമ്മൾ ഫോം ചെയ്തു. അപ്പം നമ്മുടെ ബോഡി വെയിറ്റിനനുസരിച്ചിട്ടുള്ളതാണ് നമ്മൾ ഡ്രസ്സ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. അപ്പം നമ്മളെക്കാളും ഇപ്പോൾ ഒരു സ്ലിം ആയിട്ടിരിക്കുന്ന ഒരാളുടെ ഡ്രസ്സ് ഒരു ഫാറ്റി ആയിട്ടിരിക്കുന്ന ഒരാൾക്ക് ഇട്ട് കഴിഞ്ഞാൽ അവിടെ എന്തായിരിക്കും വരുന്നത്, അണ്ടർ ഫിറ്റ് ആയിരിക്കും നടക്കുന്നത്. പക്ഷേ അതുപോലെ തന്നെ ഒരു ഫാറ്റി ആയിട്ടുള്ള ഒരാളുടെ ഡ്രസ്സ് സ്ലിം ആയിട്ടുള്ള ഒരാൾക്ക് ഇട്ടുകൊണ്ടിരിക്കുന്നെങ്കിൽ അവിടെ ഓവർ ഫിറ്റിംഗ് ആണ് നടന്നിരിക്കുന്നത്. അപ്പം അതിനെ 2 പേരെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പ്രോപ്പർലി നമ്മൾ ഫോം ചെയ്യുന്നുണ്ടെങ്കിൽ അതാണ് നമ്മുടെ അപ്രോപ്രിയേറ്റ് ഫിറ്റിംഗ് എന്ന് പറയുന്നത്. ഏകദേശം ചിലപ്പോൾ അണ്ടർ ഫിറ്റിംഗ് ആയിരിക്കാം, ചിലപ്പോൾ ഓവർ ഫിറ്റിംഗ് ആയിരിക്കാം. ഇനി മെയിനായിട്ട് നമ്മൾ അണ്ടർ ഫിറ്റിങ്ങിലും ഓവർ ഫിറ്റിങ്ങിലും യൂസ് ചെയ്യുന്ന കുറച്ച് ഇമ്പോർട്ടൻറ്റ് ടേംസുകളുണ്ട്. അതിൽ ഫസ്റ്റ് ആണ് സിഗ്നൽസ് എന്ന് പറയുന്നത്. അപ്പോൾ സിഗ്നൽസ് എന്ന് പറയുന്നത് നമുക്കറിയാം, നമുക്കൊരു മെഷീൻ മോഡൽസിൽ നമുക്കൊരു ഡാറ്റാസിനെ നമുക്ക് ട്രെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ തന്നിരിക്കുന്ന ഡാറ്റാസുകളുടെ ഒരു പാറ്റേൺസ് നമ്മൾ ഫോം ചെയ്യണം, അല്ലേ? തന്നിരിക്കുന്ന ഡാറ്റാസുകൾ നമ്മൾ ഡാറ്റാസിൽ നിന്നാണ് നമ്മൾ ഓരോ ഡാറ്റാസുകളെ നമ്മൾ ലേൺ ചെയ്തെടുത്തുകൊണ്ടിരിക്കുന്നത്. അതാണ് നമ്മുടെ സിഗ്നൽസ് എന്ന് പറയുന്നത്. സെക്കൻഡ് ആണ് നോയ്സ്. നോയ്സ് മീൻസ് നമുക്കറിയാം ഒരു ഇറലവൻറ്റ് ഡാറ്റാസ് ആയിരിക്കാം. ദാറ്റ് മീൻസ് നമുക്ക് അവിടെ അൺനെസസറി ആയിട്ട് നമുക്ക് ഫോം ചെയ്യുന്ന, അതായത് ഇപ്പം എനിക്കിപ്പോൾ ഞാനൊരു കാറിൻ്റെ ഫീച്ചേഴ്സ് എടുക്കുകയാണെങ്കിൽ കാറിൻ്റെ പവർ, നമ്മൾ ഒരു കാർ വാങ്ങുവാണെങ്കിൽ അതിൻ്റെ പവർ എഞ്ചിൻ നോക്കുക, അതിൻ്റെ കോസ്റ്റ്, അല്ലാതെയുള്ള ബാക്കിയുള്ള ഫീച്ചേഴ്സുകളും കാര്യങ്ങളും നമ്മൾ ഇറലവൻറ്റ് ഡാറ്റാസ് ആണ്, നമ്മളത് യൂസ് ചെയ്യില്ലാത്ത ഡാറ്റാസുകളാണ്. അതാണ് നമ്മുടെ നോയ്സ് എന്ന് പറയുന്നത്. പിന്നെ തേർഡ് ടേം ആണ് നമ്മുടെ ബയാസ്. ബയാസ് മീൻസ് എന്ന് പറയുന്നത് നമ്മളൊരു പ്രഡിക്റ്റഡ് ആയിട്ട് നമ്മളൊരു പ്രഡിക്റ്റ് ചെയ്ത്, അതായത് ഒരു മോഡൽസിൻ്റെ നമുക്ക് തന്നിരിക്കുന്ന ഒരു ഡാറ്റാ സെറ്റിനെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, എൻ്റെ മെഷീൻ ലേണിംഗ് മോഡലിൽ കൊടുത്തു കഴിഞ്ഞ് എനിക്ക് കിട്ടാൻ പോകുന്ന റിസൾട്ട് എന്ന് പറയുന്നത് ഇതാണെന്നുള്ളത് ഞാൻ പ്രഡിക്റ്റ് ചെയ്തു. ഇപ്പം നിങ്ങളുടെ ഒരു യൂണിവേഴ്സിറ്റി റിസൾട്ട്, ഇപ്പം S5 എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റി റിസൾട്ട് ഒരു 60% ആണ് എനിക്ക് കിട്ടാൻ പോകുന്നത് മെഷീൻ ലേണിംഗ് എന്നുള്ളത് ഞാനിവിടെ പ്രഡിക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പ്രഡിക്റ്റഡ് വാല്യൂസും ഉണ്ടാകും. അതുപോലെ തന്നെ എനിക്ക് റിസൾട്ട് കിട്ടിയപ്പോൾ ഉണ്ടാകുന്ന ഒരു പെർസെൻറ്റേജ് ഉണ്ടാകും. അപ്പോൾ ഇതിന് രണ്ടിൻ്റെയും ഡിഫറൻസ് ആണ് നമ്മുടെ ബയാസ് എന്ന് പറയുന്നത്.
വേരിയൻസ് എന്ന് പറയുന്നത് തന്നിരിക്കുന്ന ട്രെയിനിങ് ഡാറ്റാ സെറ്റിൽ എത്രത്തോളം നമുക്ക് പെർഫോമൻസ് അവിടെ ഫോം ചെയ്യാനായിട്ട് പറ്റും. അതാണ് നമ്മുടെ എന്തെന്ന് വേരിയൻസ് എന്ന് പറയുന്നത്. അതായത് ഞാനിപ്പോൾ ഒരു ടെസ്റ്റ് ചെയ്യാൻ പോലെയാണ്. അപ്പോൾ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ എൻ്റെ പ്രഡിക്ഷൻ എന്തായിരിക്കാം തന്നിരിക്കുന്ന ഡാറ്റാ സെറ്റിൽ നിന്ന് എനിക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും, പക്ഷെ എനിക്ക് പറ്റാതിരിക്കാനും വരാം. അതാണ് എന്തെന്ന് വേരിയൻസ് എന്ന് പറയുന്നത്. ഇനി ഓവർ ഫിറ്റിംഗ് എന്താണെന്നാണ് ഇനി പറയുന്നത്. ഓവർ ഫിറ്റിംഗ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഡാറ്റ പോയിന്റ്സിൽ നമുക്ക് മോർ ദാൻ റിക്വയർഡ് ഡാറ്റ പോയിന്റ്സ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് എനിക്കിപ്പം മെഷീൻ ലേണിംഗ് എന്ന് പറയുന്ന സബ്ജക്റ്റിൽ എനിക്ക് ആ സബ്ജക്റ്റ് എന്ന് പറയുന്നത് എനിക്ക് ആവശ്യമുള്ളത് മാത്രം ഞാൻ എക്സാമിന് പഠിക്കാനതിന് പകരം ഞാൻ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു വെച്ചിട്ട് ഞാൻ അവസാനം എന്ത് ചെയ്തു, എൻ്റെ റിസൾട്ട് വന്നപ്പോൾ അവിടെ ഫെയിലിയർ വന്നു കഴിഞ്ഞാൽ അവിടെ എന്താ ഓവറായിട്ടാണ് ഞാൻ അവിടെ കാര്യങ്ങൾ തിങ്ക് ചെയ്തത്. അതാണ് എന്തെന്ന് ഓവർ ഫിറ്റിംഗ് എന്ന് പറയുന്നത്. ഓവർ ഫിറ്റഡ് മോഡൽസ് എന്ന് പറയുന്നത് എപ്പോഴും രണ്ട് തരത്തിലാണ് വേരിയൻസ് നമ്മൾക്ക് ഫോം ചെയ്യുന്നത്. ലോ ബയാസും ആയിരിക്കും, അതുപോലെ തന്നെ ഹൈ വേരിയൻസും ആയിരിക്കും. അതായത് നമുക്ക് തന്നിരിക്കുന്ന മോർ ദാൻ ഡാറ്റാസുകൾ നമ്മൾ കാണേണ്ടത്, അതായത് ഡാറ്റാസുകൾ എന്താ ഇൻക്രീസ് ആണ് ചെയ്തിരിക്കുന്നത്. അപ്പം മോർ ചാൻസസ് ആണ് അവിടെ എന്ത് ചെയ്തേക്കുന്നത്, ഒക്വർ ചെയ്തിരിക്കുന്നത്. ഇതാണ് നമ്മുടെ ഓവർ ഫിറ്റിങ്ങിൻ്റെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത്. മോർ ഡാറ്റാസ് വന്നപ്പോൾ ലോ ബയാസ് ആയിരിക്കും, ഹൈ വേരിയൻസ് ആണെങ്കിൽ അതെന്തായിരിക്കും, ഓവർ ഫിറ്റിംഗ് ആയിരിക്കും. ഇനി ഓവർ ഫിറ്റിങ്ങിൻ്റെ കേസിൽ നമ്മൾ എപ്പോഴെന്ന് പറയുന്നത് നമ്മളൊരു എഫിഷ്യൻ്റ് ആയിട്ടായിരിക്കണം നമുക്ക് തന്നിരിക്കുന്ന ഒരു ഡാറ്റ പോയിന്റ്സിനെ നമ്മൾ സ്കാറ്റർ ചെയ്യേണ്ടത്. അപ്പോൾ ചില സമയത്ത് അവിടെ നമുക്ക് ബെസ്റ്റ് ഫിറ്റ് ആയിട്ടുള്ള ലൈൻ എന്താണെന്നുള്ളത് നമുക്ക് ഫൈൻഡ് ചെയ്യാനായിട്ടുള്ള ബുദ്ധിമുട്ട് അവിടെ വരാനുള്ള ടെൻഡൻസി കൂടുതലാണ്. ഇനി ഓവർ ഫിറ്റിംഗ് നമ്മൾ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന കുറച്ച് ടെക്നിക്സുകളാണ് ക്രോസ് വാലിഡേഷന്. അതുപോലെ തന്നെ നമ്മൾ ട്രെയിനിങ്ങിൽ കൂടുതൽ ഡാറ്റാസുകൾ നമ്മൾ യൂസ് ചെയ്യുന്നത് സംഭവിക്കാം. അതുപോലെ തന്നെ ഫീച്ചേഴ്സുകൾ റിമൂവ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ റെഗുലറൈസേഷൻ യൂസ് ചെയ്യുന്നുണ്ട്. എൻസംബ്ലിംഗ് മെത്തേഡ്സുകൾ, അതായത് ബാഗിങ്, ബൂസ്റ്റിംഗ്, വോട്ടിംഗ് മെത്തേഡ്സുകളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് വൺ ആണ് അണ്ടർ ഫിറ്റിംഗ്. അണ്ടർ ഫിറ്റിംഗ് എന്ന് പറയുന്നത് ഹൈ ബയാസും ലോ വേരിയൻസും ആയിരിക്കും. ദാറ്റ് മീൻസ് ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന ഒരു ലൈൻ ഞാൻ വരച്ചു, അതിൻ്റെ അകത്തേക്ക് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, കുറച്ച് ഡാറ്റാസുകൾ ഞാൻ ഫോം ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ ആ ഡാറ്റാസുകൾ മാത്രം വെച്ച് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ആ ട്രെയിനിങ് ഡാറ്റാസ് എനിക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. അതാണ് എന്തെന്ന് അണ്ടർ ഫിറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രോബ്ലംസുകൾ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി നമ്മൾക്ക് അണ്ടർ ഫിറ്റിംഗ് അവോയ്ഡ് ചെയ്യണം എന്ന് പറയുന്നത് ട്രെയിനിങ് മോഡൽസിനെ നമുക്ക് എന്ത് ചെയ്യുക, ഇൻക്രീസ് ചെയ്യുക. നമുക്ക് നമ്പർ ഓഫ് ഫീച്ചേഴ്സ് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി നമുക്ക് എപ്പോഴും വേണ്ടിയത് ഒരു ഗുഡ്നെസ് ഓഫ് ഫിറ്റ് ആണ് വേണ്ടിയത്. ഗുഡ്നെസ് ഓഫ് ഫിറ്റ് എന്ന് പറയുന്നത് നമ്മൾ സ്റ്റാറ്റിക്കലി ഫോം ചെയ്യുന്നത് നമുക്ക് എന്താ ഓവർ ഫിറ്റിങ്ങും വരാൻ പാടില്ല, അണ്ടർ ഫിറ്റിങ്ങും വരാൻ പാടില്ല. നമുക്ക് തന്നിരിക്കുന്നത് എന്താ ഒരു ഗുഡ് മാനറിലായിരിക്കണം അവിടെ എന്ത് ചെയ്യണത്, ഡാറ്റാസിനെ നമുക്ക് പ്രഡിക്റ്റ് ചെയ്യേണ്ടത്. അതായത് ഞാൻ പ്രഡിക്റ്റ് ചെയ്തിരിക്കുന്ന വാല്യൂസും ആക്ച്വൽ വാല്യൂസും തമ്മിൽ അങ്ങനെ ഒരു ഡിഫറൻസ്, ചെറിയൊരു സ്മോൾ ഡിഫറൻസ് മാത്രം എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ, വരാനായിട്ട് പാടുള്ളൂ. അതിനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, റീസാമ്പിളിംഗ് മെത്തേഡ്സ് യൂസ് ചെയ്യുന്നത്. അതായത് നമുക്ക് തന്നിരിക്കുന്ന മോഡൽസിൻ്റെ അക്യുറസി ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ തന്നിരിക്കുന്ന ഡാറ്റാ സെറ്റിനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ടെസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ എസ്റ്റിമേഷൻ റിസൾട്ട് നമുക്ക് എന്ത് ചെയ്യുക, ഫൈൻഡ് ചെയ്യുക. ഇതാണ് എന്തെന്ന് ഓവർ ഫിറ്റിങ്ങും അണ്ടർ ഫിറ്റിങ്ങും ബയാസും വേരിയൻസും എന്ന് പറയുന്നത്.